61ാമത് ബെക്സാങ് ആർട്സ് അവാർഡ് ദാന ചടങ്ങിന് മുന്നോടിയായി ബെക്സാങ് അവാർഡ് നോമിനേഷനുകൾ ചർച്ചയാവുകയാണ്. പക്ഷെ കാരണങ്ങൾ അത്ര നല്ലതല്ല. കഴിഞ്ഞ വർഷം ക്യൂൻ ഓഫ് ടിയേഴ്സ് എന്ന ഡ്രാമയ്ക്ക് വേണ്ടി കിം സ്യൂണിന് മികച്ച നടനുള്ള നോമിനേഷൻ നേടിയപ്പോൾ സഹനടി കിം ജിയോണിന് മികച്ച നടിയുടെ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയതിനെ തുടർന്ന് ക്യൂൻ ഓഫ് ടിയേഴ്സിന്റെ ആരാധകർ നിരാശയിലായിരുന്നു. അന്തരിച്ച നടി കിം സേറോണുമായുള്ള ഡേറ്റിംഗ് വിവാദത്തെ തുടർന്ന് കിം സ്യൂണിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്കിടയിലാണ് ഈ സംഭവം. 61ാമത് ബെക്സാങ് അവാർഡുകൾക്കുള്ള നോമിനേഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ കിം ജിയോൺ ആരാധകരുടെ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. കിം ജിയോണിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പല ആരാധകർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ക്യൂൻ ഓഫ് ടിയേഴ്സിലെ അവരുടെ ഗംഭീര പ്രകടനം ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ ആരാധകർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ക്യൂൻ ഓഫ് ടിയേഴ്സിനെ നോമിനേഷന് വേണ്ടി അയച്ചതായും പിന്നീട് ക്രൂ വെളിപ്പെടുത്തി. ബെക്ഹ്യുൻവു എന്ന കഥാപാത്രത്തിന് കിം സ്യൂൺ നോമിനേഷൻ നേടിയെങ്കിലും ഹൊങ് ഹേയിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കിം ജിയോണിന്റെ പ്രകടനം അവഗണിക്കപ്പെട്ടു. ജഡ്ജും പോപ്പ് സംസ്കാര നിരൂപകനുമായ ജിയോങ് ദ്യോഗ് ഹ്യൂൻ വിവാദത്തിൽ മൗനം വെടിഞ്ഞു. എന്നാൽ കാര്യങ്ങൾ ശാന്തമാക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ വിശദീകരണം ആരാധകരെ കൂടുതൽ നിരാശയിലാക്കുക മാത്രമാണ് ചെയ്തത്. ക്യൂൻ ഓഫ് ടിയേഴ്സ് കണ്ട ആളുകൾ പറഞ്ഞു, കിം ജിയോണ് നോമിനേഷൻ പോലും നേടിയില്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യ റൗണ്ട് ജഡ്ജിങ് ആരംഭിച്ചപ്പോൾ ക്യൂൻ ഓഫ് ടിയേഴ്സ് അതുവരെ സംപ്രേഷണം ചെയ്യാൻ പോലും തുടങ്ങിയിരുന്നില്ല. അതിനാൽ അത് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ടായിരുന്നു. അത് കഷ്ടിച്ചാണ് കട്ട് ഓഫിലെത്തിയത്. ഒരു നിശ്ചിത ശതമാനം സംപ്രേഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യോഗ്യത നേടുന്നു. എന്നാൽ മുഴുവൻ ഉള്ളടക്കവും കാണാതെ അതിനെ ശരിയായി വിലയിരുത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിം സ്യൂണിന്റെ പ്രകടനം വ്യക്തമായിട്ട് വേറിട്ടാണ് നിന്നത്. പക്ഷേ കിം ജിയോൺ ഞങ്ങൾ കണ്ടതുവരെയുള്ള വീഡിയോയിൽ അത്ര തിളങ്ങിയിരുന്നില്ല. അതുകൊണ്ടാണ് കിം ജിയോൺ നോമിനേഷനുകളിൽ ഇടം നേടാത്തത്. വാസ്തവത്തിൽ ഞങ്ങൾ ഇതെല്ലാം കിം ജിയോണിന്റെ ഏജൻസിയോട് വിശദീകരിച്ചിരുന്നു. നടിയും ഇതെല്ലാം കേട്ട് സ്വീകരിച്ചു. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ നടന്ന കാര്യം പൊതുജനങ്ങൾക്ക് അറിയില്ല. അതിനാൽ അവർ ഞങ്ങളെ വിമർശിക്കുന്നു. എന്നാലും ഇതുപോലുള്ള അവാർഡുകൾ ലഭിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യവും വേണം.